എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി മീനും പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സിറ്റൗട്ടിൽ ഇരുന്നാണ് ഇപ്പം കഴിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ശീലം നമ്മളെ വീട്ടിൽ ആർക്കും തന്നെ ഇല്ല. ചിലപ്പം ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കും. സാധാരണ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനും ചേട്ടനും വർക്ക് ഏരിയ ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നാണ് കഴിക്കാറ്. ഇന്നിപ്പം ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനില്ല, കാരണം രാവിലെ തന്നെ ചേട്ടൻ നേരത്തെ പോകണമായിട്ട് ചേട്ടൻ കഴിക്കാൻ നിന്നില്ല, രാവിലെ പോയി. കഴിച്ചൊക്കെ കഴിഞ്ഞ് അടുത്ത ഉച്ചത്തേക്കുള്ള പരിപാടിയിലോട്ട് പോവുകയാണ് ഞാൻ. മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നെത്തോലി മീനും ആവോലി മീനുമാണ് ഇന്നത്തെ മീൻ. അപ്പം നെത്തോലി മീൻ കറി വയ്ക്കാം, ആവോലി മീൻ വറക്കുകയും ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം, മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ഇടാറില്ല. ഇപ്പം ചില വീഡിയോയിലൊക്കെ മല്ലിപ്പൊടി ഇടുന്ന കണ്ടിട്ടുണ്ട്. ഞാനും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടാറുണ്ട്. ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കും, ഫിഷ് മസാല ചേർക്കും. ഫിഷ് മസാല ഞാൻ ചേർക്കും കേട്ടോ. എപ്പോൾ വറുത്താലും ഫിഷ് മസാല എനിക്ക് വേണം. മീനിലെ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഉടനെ തന്നെ വറക്കാതെ അല്പസമയം കഴിഞ്ഞിട്ട് വറുത്താലേ അതിന് ടേസ്റ്റ് കാണുള്ളൂ. ഇനി നമുക്ക് നെത്തോലി മീൻ വെക്കണമല്ലോ, അപ്പോൾ അതിന് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ട് നെത്തോലി മീൻ കറി വയ്ക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ദിവസം. കാരണം വീഡിയോ ഇട്ട് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മുടങ്ങാതെ വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഞാൻ തനിയെ തന്നെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടും. അതുകൊണ്ട് ആരെടുത്തും കെഞ്ചണ്ട. മറ്റേത് എൻ്റെ മോൻ്റെ അടുത്തൊന്ന് കെഞ്ചണം, വീഡിയോ എടുത്ത് തരുമോ എന്ന്. കുറേ കെഞ്ചുമ്പോഴാണ് അവൻ ഒന്നെങ്കിലും എടുത്തു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ എടുത്തിരുന്നത് എനിക്ക് രാഹുലാണ്. വീഡിയോ എടുത്തു തരുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്തിരുന്നത് രാഹുലാണ്. ഞാൻ എപ്പോൾ വിളിച്ചാലും രാഹുൽ വരും. ഇപ്പം കോളേജിലൊക്കെ പോകണ കാരണം അവനും സമയമൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നതിലൊരു പരിധിയില്ലേ. അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ പറ്റാതിരുന്നത്. എന്നാലും എനിക്ക് വീഡിയോ ഇടണമെന്നുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്തായിരുന്നാലും തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇടാൻ പറ്റാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിളപ്പശാലയിൽ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെയാണ് എനിക്ക് അയൽക്കൂട്ടമൊക്കെ ഉള്ളത്. അവിടെ വെച്ച് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അശ്വതി എന്ന് പറയും. അശ്വതി എൻ്റെ അടുത്ത് വെച്ച്, ചേച്ചി എന്താ ചേച്ചി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്? ഞങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ചേച്ചി വീഡിയോ ഇടണേ ചേച്ചി, ഇനി ഇടാതിരിക്കരുത് ചേച്ചി, ഇടണം കേട്ടാന്ന് പറഞ്ഞു. ഇനി ഞാൻ മീൻകറി വെച്ചിട്ട് ബാക്കി പറയാം. ഞാൻ മീൻകറിയിൽ തേങ്ങ, ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് മിക്സിയുടെ ജാറും അരപ്പെല്ലാം കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ മലയാളിക്കുള്ള ശീലമാണല്ലോ, അടപ്പിലുള്ള അരപ്പ് പോലും ഞങ്ങൾ കളയില്ല. വെള്ളം ഒഴിച്ച് അതും കൂടെ മീനിലൊഴിക്കുകയാണ്. അതിനുശേഷം തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക് എല്ലാം അരിഞ്ഞിടും. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ കലക്കി അടുപ്പിൽ വെക്കണം. ഇനി ഇതവിടെ നിന്നാവട്ടെ, നമുക്ക് ബാക്കി കാര്യം പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മാമനും മാമിയും ബോംബെയിലാണുള്ളത്. വെക്കേഷൻ സമയത്ത് ഞങ്ങളെല്ലാവരും ബോംബെയിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഹോട്ടലിലെ ഓണറും ഇതുപോലെ വന്നിട്ട്, ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, എന്ത് വീഡിയോ ഒന്നും ഇടാത്തത്, കാണുന്നില്ല വീഡിയോ ഒന്നും എന്ന് പറഞ്ഞു. സത്യം പറയാമല്ലേ, എനിക്ക് എന്തൊരു സന്തോഷമായെന്നറിയാമോ, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. കാരണം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പം ഇപ്പം വീണ്ടും എനിക്ക് ഈ വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹം പിന്നെയും തോന്നി. മാമി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ വീഡിയോ ഇടണം കേട്ടോ, എന്ത് നീ വീഡിയോ ഇടാത്തത്, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഇനി വീഡിയോ ഇട്ട് തുടങ്ങണമെന്ന് മാമി പറഞ്ഞായിരുന്നു. നിന്നെക്കൊണ്ട് പറ്റും, നീ ഇടണമെന്ന്. അങ്ങനെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് വീഡിയോ ഇടാത്തത്, ഞങ്ങളെല്ലാവരും കാണുമായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു വീഡിയോ ഇടണമെന്ന്. എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു ആക്സിഡൻ്റ് ആയായിരുന്നു. ആക്സിഡൻറ്റിൽ ഞാൻ 3-4 മാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കാരണം എനിക്ക് ഭയങ്കര തലകറക്കമായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. കിടക്കുമ്പോൾ തന്നെ എണീക്കുമ്പോഴത്തേക്കും തലകറങ്ങി ഞാൻ അങ്ങ് വീണു പോകുമായിരുന്നു. അത്ര തലകറക്കമായിരുന്നു.
അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം ഉണ്ടായി. സങ്കടമെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് തന്നെ ഞാൻ കരുതി ഇനി എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ലേ, അത്ര തലകറക്കമായിരുന്നു. സങ്കടം കൂടി കൂടി അവസാനം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങും. വെറുതെ ഇരുന്നങ്ങ് കരയുക. ചേട്ടൻ ജോലിക്ക് പോകാൻ ഇറങ്ങണത് ഞാൻ കരച്ചിൽ തുടങ്ങും. അങ്ങനെ പല ദിവസവും ചേട്ടനും ജോലിക്ക് പോകാനും പറ്റില്ല. കാരണം എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ചേട്ടൻ ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഹസ്ബൻഡ് കാണുമ്പോൾ എന്തോ എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു എൻ്റെ ചേട്ടൻ. കാരണം ചേട്ടൻ അത്രയും സപ്പോർട്ടായിരുന്നു എനിക്ക്. എന്നെ ഒരിക്കൽ പോലും വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒപ്പം എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം കളിച്ച് ചിരിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കിടപ്പായി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ചേച്ചിയും ചേട്ടത്തിയും മാറി മാറിയാണ് അവർ ചോറ് ഫുഡൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അവർക്കതൊന്നൊരു എനിക്ക് ഫുഡ് കൊണ്ടുവരുന്ന ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മളെപ്പോഴും കളിച്ചിരിച്ചൊക്കെ നടക്കുന്നവരല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഹാപ്പിയായിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് പിന്നെയും സങ്കട വാർത്ത. പിന്നെ എനിക്കൊരു സർജറി കൂടി ചെയ്യേണ്ടി വന്നു. അത് 1 മാസത്തെ റെസ്റ്റായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ വെറുതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിരിക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് തന്നെ ചേട്ടനറിയാം എനിക്ക് വീഡിയോ എടുക്കുന്നതും ഇടുന്നതൊക്കെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നീ വെറുതെ ഇരിക്കണ്ട, വീഡിയോ എടുത്ത് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് എഡിറ്റിംഗ് പഠിച്ച് എനിക്ക് സ്വന്തമായിട്ട് തന്നെ വീഡിയോ ഇടണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. എഡിറ്റിംഗ് മാത്രമായിട്ട് ഒരിടത്തും പഠിപ്പിച്ചു തരില്ലല്ലോ. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അതിനെന്ത്, നിനക്ക് എഡിറ്റിംഗ് പഠിച്ചാൽ പോരെ, നാളെ തന്നെ പോകാൻ നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും പിറ്റേ ദിവസം തന്നെ ചേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട്, തമ്പാനൂർ വൈൻ അക്കാഡമി എന്ന് പറയും, അവിടെ എന്നെയും കൊണ്ടുപോയി. അപ്പം ആ സുഹൃത്ത് പറഞ്ഞ, ചേച്ചി എന്തായാലും പഠിക്കണം, നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്തിടാൻ പറ്റണം, എനിക്ക് അത്രയും മതി. അപ്പം ആ സുഹൃത്ത് ഒരു സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് എന്താണ് ആവശ്യം, ചേച്ചി പറയണത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചേച്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 2 ദിവസമേ പോയുള്ളൂ. അപ്പം തന്നെ എനിക്ക് ഒരുവിധം ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പം എങ്കിലും എനിക്കൊരു ഡൗട്ട്, എനിക്കിടാൻ പറ്റുമോ, തനിയെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു എഡിറ്റിങ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നേ, എനിക്ക് ഓൾറെഡി ചാനലുണ്ടല്ലോ, അപ്പോൾ വീഡിയോ എടുത്ത് ഇട്ട് നോക്കാം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പാലുകാച്ചിന് പോയൊരു വീഡിയോ, എന്തായാലും വീഡിയോ എടുക്കാൻ ചേട്ടാന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തത്. എന്തായാലും ആ വീഡിയോ ഞാൻ തനിയെ തന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനും എനിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് മുടങ്ങാതെ വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ മീൻകറിയൊക്കെ ആയി, ഉച്ചക്കത്തെ ആഹാരവും കഴിച്ച്, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ വീട്ടിനകം മൊത്തം ക്ലീൻ ചെയ്തു, എല്ലായിടവും അടിച്ച് വാരിയിട്ട് മുറ്റത്തോട്ടിറങ്ങി. എനിക്ക് ചെറിയ ചൂലിട്ട് അടിച്ച് വാരാൻ വരും, കാരണം കുനിഞ്ഞുമ്പോഴത്തേക്ക് എനിക്ക് തലകറക്കം വരും. അത് കാരണം വലിയ ചൂലിട്ട് തന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി. റോഡൊന്നും ഞാൻ ഇതുവരെ തൂത്തിട്ടില്ല. അപ്പോൾ ഇന്ന് റോഡും ഒക്കെ ഒന്ന് തൂക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കാരണം ചവറായിട്ട് കിടക്കുകയാണ് റോഡൊക്കെ. മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് റോഡ് തൂക്കണം. എനിക്ക് പറ്റൂലാത്തതുകൊണ്ട് തന്നെ ചേട്ടൻ സമയം കിട്ടും പോലെ റോഡൊക്കെ അടിച്ച് വാരി വെളിയിട്ട് ഞങ്ങൾ കത്തിക്കാറ്. അകത്തൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് ഞാൻ റോഡിലോട്ട് തൂക്കാൻ വേണ്ടി ഇറങ്ങി. റോഡിൽ വലിയ ചൂലുകൊണ്ട് അടിച്ച് വാരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയ ചൂലെടുത്ത് എല്ലാം അടിച്ച് വാരി കരിയിലെല്ലാം കൂടെ ഒരു സ്ഥലത്തിടും. പുറത്ത് തന്നെ അവിടെ ഇട്ടിട്ട് രാത്രിയാണ് നമ്മൾ കത്തിക്കുന്നത് കരിയെല്ലാം. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ചേട്ടൻ അപ്പം തന്നെ ജോലി കഴിഞ്ഞ് എത്തി കേട്ടോ. ചേട്ടൻ വരെയാണ്. അന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനു നീ റോഡ് തൂക്കാൻ വന്നത്, നിനക്ക് അകത്ത് എന്തെങ്കിലും ചെയ്താൽ പോരെ, റോഡ് തൂക്കേണ്ട ആവശ്യം നിനക്ക് ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അകത്ത് കയറിയിട്ട് പറഞ്ഞു, വീഡിയോ എടുക്കാനാണെങ്കിൽ നിനക്ക് എന്തെല്ലാം ഉണ്ട്, എന്തിനാണ് വെറുതെ പുറത്തൊക്കെ തൂക്കാൻ വേണ്ടി ഇറങ്ങിയെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിരുന്നു. കാരണം തലയിറങ്ങി എങ്ങാനും വന്ന് വീഴാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞു, ഇനി നീ വെളിപ്പുറത്ത് തൂക്കരുത് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയി. എന്തായാലും ഞങ്ങൾ തൂത്തിട്ടിരിക്കുന്ന അത്രയും ചവറുകൂടെ ഞാൻ എല്ലാം ഒരിടത്ത് കൂട്ടിയിട്ടാണ് അകത്തോട്ട് പോയത്. കാരണം കുറേ ദിവസം ജോലിയൊന്നും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ചെയ്തപ്പോഴത്തേക്കും ടയേർഡായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം ചെറിയ ചെറിയ ജോലി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളായിരുന്നു. പുറത്തൊക്കെ തൂക്കാനും എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പിന്നെ
എല്ലായിടും അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി കേട്ടോ. അപ്പോൾ എനിക്ക് വിശപ്പ് വെച്ച് തുടങ്ങിയോണ്ട് ഞാൻ ചേട്ടൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ചക്ക കൊടുത്തു വിട്ടായിരുന്നു. വരിക്ക ചക്കയാണ്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അങ്ങനെ ചക്കയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടകത്ത് ചായ കുടിക്കുകയാണ്. എനിക്ക് വിശന്നുകൊണ്ട് തന്നെ ഞാൻ ചക്ക എടുത്ത് കഴിക്കുകയാണ്. ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കണതാണ് എനിക്കിഷ്ടം. എപ്പോഴും എന്ത് കഴിച്ചാലും കൂടുതലും ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നതായിരുന്നാലും ഇവിടെ വന്നിരുന്ന് കുടിച്ച് കാഴ്ചയെ കണ്ട് അതൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും. അങ്ങനെ ചക്ക ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പിറ്റേ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണേ. ഞാനും ചേട്ടനും കൂടെ കല്യാണത്തിന് പോവുകയാണ്. കാറിലാണ് പോണത്. മോനില്ല, കാരണം മോനിന്ന് എക്സാം ആയതുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല. ഞാനും ചേട്ടനും കുടുംബ വീട്ടിൽ പോയി ചേച്ചിയും ചേട്ടനും കൂടെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് കല്യാണത്തിന് പോണത്. ചേട്ടനും ചേട്ടത്തിയും ഇന്നലെ പോയായിരുന്നു, അതുകൊണ്ട് ഇന്ന് അവർ വന്നില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിൽ വെച്ചാണ് കല്യാണം വെള്ളനാട് ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അവിടെ ഒരു മണ്ഡപമുണ്ട്. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണ്. ചേച്ചി എനിക്ക് പൂവൊക്കെ കൊണ്ടാണ് വന്നത്. ഇവിടെ കല്യാണത്തിന് പോയാലും ചേച്ചി തന്നെയാണ് എനിക്ക് പൂ വരുന്നത്. ഇതാണ് വെള്ളനാട് ക്ഷേത്രം. അപ്പം മണ്ഡപത്തിൻ്റെ അടുത്താണ് ക്ഷേത്രമുള്ളത്. കല്യാണത്തിന് വരുമ്പോൾ അമ്പലത്തിൽ കയറാതെ എങ്ങനെയാണ് പോണത്? ഞങ്ങളെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. കല്യാണത്തിന് എടുത്ത കുറേ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, കാരണം ഞാൻ വീഡിയോ എടുത്തത് ശരിയായിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.